السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. أفضل الصلاة وأتم التسليم على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഖുർആനിലെ 95ാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്ത് തീൻ ആണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. സൂറത്ത് തീൻ മക്കയിൽ അവതരിച്ചിട്ടുള്ള 8ഓളം ആയത്തുകളുള്ള മനോഹരമായിട്ടുള്ള സൂറത്താണ് സൂറത്ത് തീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين فلا وأنا على ذلك من الشاهدين. والتين والزيتون. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായിട്ടുള്ള അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. വത്തീനി വസ്സൈതൂൻ. തീൻ എന്ന് പറഞ്ഞാൽ അത്തിപ്പഴം എന്നാണ് അതിന്റെ അർത്ഥം. സൈത്തൂൻ എന്ന് പറഞ്ഞാൽ ഒലിവ് മരം. പണ്ഡിതന്മാര് രണ്ട് രീതിയിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് തീന് എന്നുള്ളത് അത്തിപ്പഴം, ഒലിവ് മരം, ഈ രണ്ടും ഭയങ്കരമായിട്ടുള്ള ഫവായിദുകള്, ഉപകാരങ്ങളുള്ള രണ്ട് കാര്യങ്ങളാണ്, അത്തിപ്പഴമായാലും ഒലിവ് മരമായാലും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഭയങ്കരമായിട്ടുള്ള ഫവായിദുകളുള്ള, ഭയങ്കരമായിട്ട് ഉപകാരമുള്ള രണ്ട് കാര്യങ്ങളെ എടുത്തുകൊണ്ട് ഖസമ് ചെയ്യുകയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതല്ല, മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അതായത് വത്തീനി വസ്സൈതൂൻ, ഒലിവ് മരവും അത്തിപ്പഴവും ഏറ്റവും കൂടുതലായിട്ട് മുളക്കുന്നത്, ഉണ്ടാവുന്നത് ബൈത്തുൽ മുഖദ്ദസ്, അതായത് ഫലസ്തീന്റെ നാടിലാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ പറയാൻ അവർക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് ശേഷമുള്ള രണ്ട് ആയത്തുകളും ഓരോ സ്ഥലങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആയത്തും ഫലസ്തീൻ അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് ഉള്ള പ്രദേശം എന്നാണ് അതിന്റെ സൂചന എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്ന അവരുടെ ദലീലാണ്, അവരുടെ തെളിവാണ്. രണ്ടാമത്തെ ആയത്തും അല്ലാഹു സുബ്ഹാനഹു തആല ശപഥം ചെയ്യുന്ന, സത്യം ചെയ്യുന്ന, ഖസമ് ചെയ്യുന്ന ആയത്താണ്. ഒന്നാമത്തെ ആയത്ത് വത്തീനി വസ്സൈതൂൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആല സത്യം ചെയ്യുന്ന ആയത്താണ്. വത്തീൻ, തീനാണേ സത്യം, സൈത്തൂൻ ഒലിവ് മരമാണ് സത്യം, അത്തിപ്പഴമാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു തആല ഖസമ് ചെയ്യുകയാണ്. ഇതിന്റെ മുഖ്സമു ബിഹി, എന്താണ്, എന്തുകൊണ്ടാണോ ഖസമ് ചെയ്യുന്നത് എന്നുള്ളത് നാലാമത്തെ ആയത്തിൽ വരും. രണ്ടാമത്തെ ആയത്ത് വതൂരി സീനീൻ, തൂരി സീന പർവ്വതം, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഖസമ് ചെയ്യുകയാണ്, സത്യം ചെയ്യുകയാണ്. നമുക്കറിയാം ഈജിപ്ത് എന്നുള്ളത് മലീഉം ബിൽ ആഥാറിൽ ഇസ്ലാമിയ, ഇസ്ലാമിക ശേഷിപ്പുകൾ കൊണ്ട്, ഇസ്ലാമിക ചരിത്രങ്ങൾ കൊണ്ട് നിബിഡമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈജിപ്ത് എന്നുള്ളത്. അവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്ന, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നിൽക്കുന്ന ഒന്നാണ് തൂർ പർവ്വതം, സീനയിലുള്ള തൂർ പർവ്വതം. ആ തൂർ പർവ്വതത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുമായിട്ട് മുനാജാത്ത് നടത്തിയിട്ടുള്ള മനോഹരമായിട്ടുള്ള പർവ്വതമാണ് തൂർ പർവ്വതം. ആ പർവ്വതം വെച്ച് അള്ളാഹു സുബ്ഹാനഹു തആല ഖസമ് ചെയ്യുകയാണ്, സത്യം ചെയ്യുകയാണ്. മൂന്നാമത്തെ ആയത്ത് വഹാദൽ ബലദിൽ അമീൻ, ഈ വിശ്വസ്തതയുള്ള നിർഭയമായിട്ടുള്ള നാട് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല ഖസമ് ചെയ്യുകയാണ്, സത്യം ചെയ്യുകയാണ്. നമുക്കറിയാം മക്ക എന്നുള്ളത് നിർഭയത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന, അമ്നുള്ള, വിശ്വസ്തതയുള്ള ഒരു നാടാണ്. മറ്റൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട് ഹറമൻ ആമിനൻ, നിർഭയമായിട്ടുള്ള ഒരു ഹറമാണ് ഈ മക്ക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു അക്രമവും അതുപോലെ രക്തം ചിന്തല്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്നിട്ട് നിർഭയമായിട്ടുള്ള ഒരു നാടാക്കി അതിനെ മാറ്റിയിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട്, ഒന്നാമത് തീനി വസ്സൈതൂൻ, തീനും സൈത്തൂനും കൊണ്ടും, അത്തിപ്പഴം ഒലിവ് മരം കൊണ്ടും, രണ്ടാമതായിട്ട് തൂരി സീന പർവ്വതം കൊണ്ടും, മൂന്നാമതായിട്ട് വഹാദൽ ബലദിൽ അമീൻ, മക്ക എന്ന പ്രദേശം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഖസമ് ചെയ്യുകയാണ്, സത്യം ചെയ്യുകയാണ്. എന്താണ് അതിന്റെ മുഖ്സമു ബി, എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഖസമ് ചെയ്യുന്നത്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും ഉദാത്തമായ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന്മാരെ പടച്ചിട്ടുള്ളത്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന്മാർക്ക് ഒരുപാട് നിഅമത്തുകൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഖുർആനിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, വഇൻ തഅദ്ദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹ, നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തിനെ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിനെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് ഖുർആനിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിലുള്ള നിഅമത്തുകള്, ആലാകള് എണ്ണാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അല്ലാഹു സുബ്ഹാനഹു തആല എത്രത്തോളം വലിയവനാണ് എന്നുള്ള കാര്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും, മൻ അറഫ നഫ്സഹു,
അറഫ റബ്ബ, ആരെങ്കിലും സ്വന്തത്തെ പറ്റിയിട്ട് മനസ്സിലാക്കിയാൽ, സ്വന്തം ശരീരത്തെ പറ്റിയിട്ട് മനസ്സിലാക്കിയാൽ അവൻ അവന്റെ അള്ളാഹുവിനെ, അവന്റെ റബ്ബിനെ മനസ്സിലാക്കും എന്നുള്ള കാര്യം. അള്ളാഹു അത്രത്തോളം ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ, ഏറ്റവും ഉദാത്തമായ രീതിയിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പുകൾ നടത്തിയിട്ടുള്ളത്. പിന്നെ 5-ാമത്തെ ആയത്തായിട്ട് വരുന്നത് മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. അവന് ഫഹ്മ്, അഖ്ല്, വിവേകം, ബുദ്ധി, നന്മ ഏത് തിന്മ ഏത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതുപയോഗിച്ച് അവന് അള്ളാഹുവിന്റെ പാത, ഹൈറിന്റെ പാത തെരഞ്ഞെടുക്കാമായിരുന്നു, അവന് സ്വർഗത്തിലേക്ക് എത്താമായിരുന്നു. പക്ഷേ അവന്റെ ശഹവത്തിന്, അവന്റെ വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് തിന്മയിലേക്ക് കൂടുതൽ അടുക്കുകയും അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിന്റെ താഴെ തട്ടിലേക്ക് അവനെ താഴ്ത്തി എന്നാണ് ഈ ഒരു 5-ാമത്തെ ആയത്തിലൂടെ അത് ഉദ്ദേശിക്കുന്നത്. അതായത് മനുഷ്യൻ എന്നുള്ളത് അവന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നല്ല കാര്യങ്ങൾ, അള്ളാഹുവിന്റെ കൃത്യമായിട്ട് സിറാത്തുൽ മുസ്തഖീമിനോട് നടക്കേണ്ട മനുഷ്യൻ അത് ചെയ്യാതെ അവന്റെ ശഹവത്തിന്, വികാരങ്ങൾക്ക് അടിമപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോയിടും എന്ന് പറയുന്ന ഒരു ഭീഷണിയുടെ ഒരു ആയത്ത് കൂടിയാണ് ഈ ആയത്ത് എന്നുള്ളത്. അതായത് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ നല്ല പാത മാത്രമേ, സിറാത്തുൽ മുസ്തഖീം മാത്രമേ നിങ്ങൾ തെരഞ്ഞെടുക്കാവൂ, അതല്ലാത്ത വഴി തെരഞ്ഞെടുക്കരുത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, വിശ്വസിച്ചവർ ഒഴികെ, സൽക്കർമ്മങ്ങൾ ചെയ്തവർ ഒഴികെ, ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, അവർക്ക് വിച്ഛേദിക്കാത്ത, മുറിഞ്ഞു പോവാത്ത വലിയ പ്രതിഫലം ഉണ്ടായിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ശേഷമുള്ള ആയത്തിൽ ചോദിക്കുകയാണ്, ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ, ശേഷം എന്താണ് ഖിയാമത്ത് നാളിനെ പറ്റിയിട്ട് നിങ്ങളെ നിഷേധിപ്പിക്കുന്നത്, പിന്നെ എന്താണ് നിങ്ങൾ ഖിയാമത്ത് നാളിനെ പറ്റി നിഷേധിച്ചു കൊണ്ടേയിരിക്കുന്നത്? അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ, വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവ്, ന്യായമായിട്ട് വിധി ചെയ്യുന്നവൻ അള്ളാഹു തന്നെയല്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായിട്ട് ചോദിക്കുകയാണ്. ഈ ആയത്തിന് ശേഷം ബലാഗ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ, ബലാഗ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ എന്ന് പറയൽ സുന്നത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതായത് അള്ളാഹുവെ, നീ തന്നെയാണ് ഏറ്റവും വലിയ വിധികർത്താവ്, അതിന് ഞങ്ങൾ സാക്ഷികളാണ് എന്ന് പറയൽ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഈ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും പെർഫെക്റ്റ് ആയ, ഏറ്റവും ഉദാത്തമായ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പഠിച്ചിട്ടുള്ളത് എന്ന ആയത്തിനെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണത്തിന്, അലം നജഅൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് നാം 2 കണ്ണുകൾ നൽകിയിട്ടില്ലയോ? ആ 2 കണ്ണുകളുടെ നിഅമത്ത്, അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നത്. കണ്ണ് എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള നിഅമത്താണ്. ഒരു കഥ പറയാം. ഹസനുൽ ബസ്രി ഇമാം തങ്ങളുടെ അടുത്തേക്ക് ഒരു ദരിദ്രനായിട്ടുള്ള ഒരാൾ വന്നു. അദ്ദേഹം പറയാണ്, ഓ ഇമാമെ, ഞാൻ ഭയങ്കരമായി, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വളരെ കുറച്ച് നിഅമത്ത് മാത്രമേ തന്നിട്ടുള്ളൂ, അതിൽ ഞാൻ ഭയങ്കരമായിട്ടുള്ള വിഷമിക്കുന്ന ആളാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഹസനുൽ ബസ്രി ഇമാം തങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ആ ദരിദ്രനോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് 5000 ദീനാർ തരാം, നിങ്ങൾ ആ 2 കണ്ണുകൾ എനിക്ക് നൽകുമോ? അദ്ദേഹം പറയാണ്, എനിക്ക് കാണണം, എനിക്ക് കാഴ്ചകൾ കാണണം, അതുകൊണ്ട് കണ്ണ് തരാൻ കഴിയില്ല. അപ്പോൾ ഹസനുൽ ബസ്രി ഇമാം ചോദിച്ചു, ഞാൻ എന്നാൽ 10,000 ദീനാർ തരാം, നിങ്ങൾ ആ 2 കണ്ണുകളൊന്നും നൽകുമോ? അപ്പോൾ ആ ദരിദ്രൻ പറഞ്ഞു, ആ കഴിയില്ല, എന്റെ കണ്ണ് എനിക്ക് വേണം, അത് കാണാൻ വേണ്ടിയിട്ടാണ്. ആ ഹസനുൽ ബസ്രി ഇമാം വീണ്ടും ചോദിച്ചു, ഞാൻ 50,000 ദീനാർ തരാം, നിങ്ങൾ ആ കണ്ണ് തരുമോ? അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഇല്ല, അത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല, അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹസനുൽ ബസ്രി ഇമാം തങ്ങൾ പറയാണ്, നിങ്ങൾ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കുറച്ച് നിഅമത്തെ തന്നിട്ടുള്ളൂ എന്ന് പറയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ നിഅമത്തുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ട് ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്ന് പറയുകയാണ് ഹസനുൽ ബസ്രി ഇമാം റഹിമഹുല്ലാഹു തആല. കണ്ണിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് കണ്ണ് നഷ്ടപ്പെട്ടു പോയാലേ കണ്ണിന്റെ നിഅമത്തിനെ പറ്റിയിട്ട് നമ്മൾ തിരിച്ചറിയൂ എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കണ്ണ് എന്നുള്ളത് വെറും 28 ഗ്രാം തൂക്കം മാത്രമുള്ള ഒരു ചെറിയൊരു അവയവമാണ്. എന്നാൽ അതിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഭയങ്കരമായിട്ട് സങ്കീർണമാണ്, ഭയങ്കരമായ കോംപ്ലിക്കേറ്റഡ് ആണ്. ഉദാഹരണത്തിന്, നമ്മുടെ കൺപോള എന്നുള്ളത് 1 മിനിറ്റിൽ തന്നെ ഒരുപാട് തവണ, 17 തവണയോളം അത് തുറന്ന് അടക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് കൺപോള എന്നുള്ളത്. നമ്മുടെ ഹൃദയം മിടിക്കുന്നതിനേക്കാൾ ഭയങ്കരമായിട്ട് ഊർജ്ജസ്വലതയോട് പ്രവർത്തിക്കുന്ന ഒന്നാണ് നമ്മുടെ കൺപോള. ഒരു മണിക്കൂറിൽ അത് 1200 തവണയോളം പൂട്ടി തുറന്ന് എന്നുള്ള ഒരു അവസ്ഥാവിശേഷം അതിനുണ്ട്.
നമ്മുടെ കണ്ണീര് എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള നിഅമത്താണ്. നമ്മുടെ കണ്ണിൽ കരട് വരുന്ന സമയത്ത് അതിനെ നീക്കം ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കണ്ണീര് എന്നുള്ളത്. നമ്മുടെ കണ്ണിൽ ഇടക്കിടക്ക് കരടൊക്കെ വന്നിട്ട് ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ വരാറുണ്ട്. ആ സ്ക്രാച്ചുകളൊക്കെ 48 മണിക്കൂർ കൊണ്ട് റീകവറാക്കി എടുക്കുന്നത് ഈ കണ്ണീരാണ്. ഈ കണ്ണീര് വന്ന് ആ 48 മണിക്കൂർ കൊണ്ട് ആ സ്ക്രാച്ചുകളൊക്കെ പഴയ പടിയിലേക്ക് തന്നെ അതിനെ മാറ്റിയെടുക്കുന്നു എന്നുള്ള വലിയൊരു വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഒരു കഥയുണ്ട്. അതായത് ഒരിക്കല് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരാള് അദ്ദേഹം തന്റെ ജീവിതകാലം മുഴുവനും ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം അദ്ദേഹം മാറ്റിവെച്ചു. എന്നിട്ട് ആഖിറത്തിൽ അള്ളാഹുവിന്റെ അടുത്ത് എത്തിയ സമയത്ത് അദ്ദേഹം അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, എനിക്ക് നിന്റെ ഫളലിന്റെ ആവശ്യമില്ല, നിന്റെ ഫളല് കൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല, എന്റെ ഇബാദത്ത് കൊണ്ട് മാത്രം എനിക്ക് സ്വർഗത്തിലേക്ക് കടക്കണം. നീ അള്ളാഹുവേ, എന്റെ ഇബാദത്ത് കൊണ്ട് നീ എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മലായികത്തിനെ ഒക്കെ വിളിച്ചു കൂട്ടി എന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ഇബാദത്തൊക്കെ നിങ്ങൾ അളന്നു നോക്കുക. ഇബാദത്ത് ഒരു ഭാഗത്ത് അളക്കുക, മറ്റു ഭാഗത്ത് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള 2 കണ്ണുകൾ എന്നുള്ള നിഅമത്ത് അവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ടും അളന്നു നോക്കുക, രണ്ടും തുല്യമാവുന്നുണ്ടോ, എന്താണ് അവസ്ഥ എന്ന് നോക്കുക. നോക്കുന്ന സമയത്ത് 2 കണ്ണുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തിന്റെ തൂക്കം പോലും ഒരിക്കലും അദ്ദേഹം ചെയ്ത നിഅമത്തുകൾക്ക് ആവുന്നില്ല എന്ന് അതിലൂടെ വ്യക്തമാവുകയാണ്. അതിലൂടെ സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ണ് എന്നുള്ളത്. അതിന്റെ തുല്യതക്ക് പോലും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, ജീവിതകാലം മുഴുവൻ ഇബാദത്ത് ചെയ്താലും അതിന്റെ തുല്യതക്ക് പോലും എത്തുന്നില്ല എന്ന് വലിയൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ ഖുർആനിനെ പറ്റി മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് മവാഇദുകളുണ്ട്, ഒരുപാട് ഉപദേശങ്ങളുണ്ട്, സദുപദേശങ്ങളുണ്ട്. അതൊക്കെ സ്വായത്തമാക്കാനും അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.